அம்மா, இவரை பார்த்துருக்கீங்களா? இல்ல சார். ചേട്ടാ, ഈ ആളെ കണ്ടിട്ടുണ്ടോ? தெரியாது. ശരി. சரி. என்னங்க, இவரை எங்கேயாவது பார்த்துருக்கீங்களா? தெரியாது. நீங்க? தெரியாதுங்க. நீங்க பார்த்துருக்கீங்களா? பார்க்கல சார், தெரியாது. நல்ல. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന ഇതാവും സംഭവിക്കുക എന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോ എന്നോട് ഇതിലും ദേഷ്യമായിട്ടാ രവി സംസാരിച്ചത്. എന്ന് പറഞ്ഞ ചേട്ടാ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റുമോ രാജാറാം? നമുക്ക് പറ്റില്ല. തൽക്കാലം ഞാനിവിടെ തങ്ങാം. പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രവിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ അതിനെനിക്ക് കുറച്ച് സമയം വേണം. രഘുസാറ് തൽക്കാലം തിരിച്ചു വയ്ക്കൂ. രവിക്ക് കാവലായി ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും രവിയെ കൊണ്ടേ മടങ്ങി വരൂ. അത് രവി പറയുന്നത് പോലെ ശ്രീലക്ഷ്മി ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അന്ന് എന്റെ കൂടെ രവിയും ശ്രീലക്ഷ്മിയും ഉണ്ടാവും. അതല്ല, ഞാനും രഘുസാറും വിശ്വസിക്കുന്നത് പോലെയാണെങ്കിൽ രവിയെ ഞാൻ ഇനി അധിക ദിവസം ഇവിടെ നിർത്തില്ല. ഉടനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, ഉടൻ തന്നെ. അടിക്കലേ.
കണ്ണമ്മ. അഷ്ടനപുഴയിലെ ഈ കണ്ണമ്മയെ ഓർമ്മയാക്കാൻ മാത്രം ആവുന്നുണ്ടോടാ നിനക്കൊക്കെ? നിന്നോട് ആര് പറഞ്ഞു നമ്മൾ പേടിച്ച ഓടിയതെന്ന്? ഇവിടെ ആകുമ്പോ നിന്നൊക്കെ ആരെങ്കിലും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചോളൂ. ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങോട്ട് പൈസ വിട്ടോ വിട്ടോ. രാജാറാം കേറ്. എവിടേക്ക് എവിടേക്കാ നീ ഈ വെപ്രാളപ്പെട്ട്? നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? മനസ്സിലാവാത്തോണ്ട് തന്നെ. എടാ ശ്രീലക്ഷ്മിടാ. ശ്രീലക്ഷ്മിയോ? എവിടെ? രാജാറാം നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ശ്രീലക്ഷ്മിയെ നീയും കണ്ടതല്ലേ? നീ ഇവിടേക്ക് വന്നതും നീ അന്വേഷിക്കുന്നതും നിന്റെ കാമുകിയായിരുന്ന, നിന്റെ ഭാര്യയായിരുന്ന ശ്രീലക്ഷ്മിയെ. അതോ ശ്രീലക്ഷ്മിയെ മറന്ന് നീ വേറൊരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചോ? Shut up! നീ എന്തൊക്കെ പറയുന്നത്? നീ ഇപ്പൊ കണ്ടില്ലേ എന്റെ ശ്രീലക്ഷ്മി? കണ്ടില്ലേന്ന്? ഞാൻ ആരെയാണോ അന്വേഷിക്കുന്നത് അവളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എനിക്കറിയാമായിരുന്നു നീ പറഞ്ഞു നിർത്താൻ പോകുന്നത് അവിടെ തന്നെ ആവുമെന്ന്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ആ ശരി, നീ ഫോൺ വെക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. മറ്റവളാ രേഷ്മ. അവൾക്കെന്തോ സാധനം വാങ്ങണം, 25,000 രൂപ കൊടുക്കാൻ. ഇതിപ്പോ ആവശ്യം നമ്മുടേതായതുകൊണ്ട് കൊടുത്തല്ലേ പറ്റൂ. അവള് പ്രസവിച്ച ആ കുഞ്ഞിനെ ഒന്ന് കൈ കിട്ടിയിട്ട് വേണം ആ ശല്യത്തിനെ ഒന്ന് ഒഴിവാക്കി വിടാൻ. അമ്മേ, എനിക്ക് തോന്നുന്നത് അവള് നമ്മുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം കാശ് വാങ്ങിക്കൊന്നുന്നാ. കാശൊക്കെ മേടിച്ചിട്ട് അവസാനം കുഞ്ഞിനെ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞിനെ വാങ്ങാനൊക്കെ എനിക്കറിയാം. പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ അവൾ ആ കുഞ്ഞിനെ പിന്നെ ഒന്ന് കാണുക പോലും ഇല്ല. അന്നത്തെ പോലെ ഇവിടെ കയറി വന്നാലോ? കുഞ്ഞിനെ മേടിച്ചിട്ട് അവളെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്ക് ചെറിയ ധൈര്യമൊക്കെ വന്നു തുടങ്ങിയേ. അമ്മ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. വന്നതൊക്കെ കൃത്യസമയത്ത് തന്നെ. പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ, എന്തോ ഉടനെ സംഭവിക്കുമെന്നൊരു തോന്നല്. എന്ത് സംഭവിച്ചാലും നമ്മുടെ പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ട് വെക്കില്ല രാജലക്ഷ്മി. അല്ലമ്മേ, എനിക്കൊരു സംശയം. പ്രസവിച്ചു കഴിഞ്ഞാലുടനെ കുഞ്ഞിനെ നമ്മളെടുത്താ അതിന് ആര് പാല് കൊടുക്കും? പ്രസവത്തോടെ അമ്മ മരിക്കുന്ന കുട്ടികൾ എങ്ങനെ വളരും? അതുപോലെ ഈ കുട്ടിയും വളർന്നോളും. വളർത്തിയെടുക്കും ഞാൻ.
നീ ഇതെന്ത് ഉദ്ദേശത്തിലാ രവി? നിന്റെ വാക്കുകളിൽ പോലും സംശയമുണ്ട്. നിനക്ക് തന്നെ സംശയമുള്ളപ്പോ നീ എന്തിനാ സുദർശൻ ചേട്ടന് വാക്ക് കൊടുത്തത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? രോഗിയായ ആ മനുഷ്യനോട് എന്താ പറയേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞതാ. ഈ നാട്ടിലെ ഏതോ ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞ? അതിനുവേണ്ടി തന്നെ ഞാൻ കാണിച്ചു കൊടുത്തത്. പലതും മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ സംസാരിക്കുന്നത്. നിന്റെ സംശയം ശ്രീലക്ഷ്മിയുടെ അച്ഛനോ അമ്മയ്ക്കോ അടുത്ത കൂട്ടുകാരിയായ കൃഷ്ണയ്ക്കോ ഉണ്ടാകരുത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്റെ മനസ്സ് പറയുന്നു. ഇത് ശ്രീലക്ഷ്മി തന്നെ. കാണാനുള്ള സാദൃശ്യമല്ലാതെ ശ്രീലക്ഷ്മിയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നും നിനക്ക് ആ കുട്ടിയിൽ കാണാൻ കഴിഞ്ഞു? നിന്റെ ഇപ്പോഴത്തെ ചിന്തയും പ്രവൃത്തിയും തെറ്റാണ് രവി. നീ പറയുന്ന പോലല്ല രാജാറ. എന്റെ ശ്രീലക്ഷ്മിയെയും നമ്മൾ കണ്ട ഞാൻ ശ്രീലക്ഷ്മി എന്ന് വിശ്വസിക്കുന്ന ഈ പെൺകുട്ടിയിലും നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത എന്തോ സംഭവമുണ്ട്. എനിക്കത് തീർച്ചയാണ്. ഷീ ഈസ് മൈ ശ്രീലക്ഷ്മി. ഓ, ഞാനീ കാട്ടുകുത്തി തന്നെയാ. അവളെ മോനെ നാട്ടിലാ. നീ ഒരു ദിവസം നമ്മുടെ ടീംസിനൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആ, അതുകൊണ്ട് പൈസ കൊടുത്ത പുഷ്പം പോലെ കിട്ടുവളിയാ. നീ ധൈര്യമായിട്ട് വാ. തിരക്കൊന്നുമില്ല, നീ പറഞ്ഞോ. ആണോ? പിന്നെ നീ സമയം കിട്ടുമ്പോ വിളിക്കും. നീ ഇതുവരെ പോയില്ലേ? പോകാൻ ഞാൻ പറഞ്ഞല്ലേ. പോണെങ്കിൽ നമ്മള് ചോദിച്ചതിന് ഉത്തരം എന്താ? എന്നിട്ട് നമ്മള് പോവാ. പുറത്തേക്ക് ഇറങ്ങാനേ നിന്നോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നീ ഒരുത്തനെയും വിളിക്കൂല. കണ്ണമ്മ കലിപ്പിലാണല്ലോ. എനിക്ക് മാനേജറുടെ കാര്യം പോക്ക. ഇവിടെ ആരുമില്ലേ? ഇവിടെ ഒന്ന് വെളിയിലിറക്കാൻ. ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ദേഹത്ത് തൊട്ടാ പിന്നെ കളി മാറും. ഇതൊരു ശല്യമായല്ലോ. ശല്യം നമ്മൾക്ക് വേണ്ട എന്താന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോഴെനക്ക് നേരമില്ല, ഒന്നിനും നേരമില്ല. ഇല്ലാത്ത നേരം ഉണ്ടാക്കി തന്നിട്ടേ കണ്ണമ്മ ഇവിടുന്ന് എങ്ങോട്ടേലും പോവൂ. ഇവിടെ വരുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കാനും അറിയാനും പരിഹാരം കാണാനും ഒക്കെയാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നീ കുട്ടികൾ കളിക്കണോ? നമ്മൾ ആരുടെ അടിമയാണോ? നമ്മൾക്കും ഉണ്ട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും. ഈ നേരമെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. നിന്റെ ആഫീസർ കളിയൊക്കെ അങ്ങ് വെച്ചിട്ട് മര്യാദക്ക് ഇടപെട്ടോളണം. ഇല്ലെങ്കിൽ നിന്റെ ഈ കിടുത്താപ്പുളൊക്കെ ഇട്ട് കാട്ടിലെറിയും നമ്മള്. വിരട്ടലും കണ്ണുരുട്ടലും കണ്ട് പേടിക്കുന്നവരുണ്ടാവും. അവരുടെ കൂട്ടത്തിലെ നീ കണ്ണമ്മ പെടുത്തരുത്. ചോദിക്കുന്ന സംശയങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ മറുപടി തന്നോളണം. ഇല്ലെങ്കിൽ നിന്റെ ആഫീസർ പണി നിർത്തിക്കും നമ്മള്. പറഞ്ഞു മനസ്സിലായ? സോറി പെങ്ങളെ, സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഈ താളത്തിലായിരുന്നില്ലല്ലോ നേരത്തെ നിന്റെ സംസാരം. നമ്മൾ ഉൾപ്പെടുന്നവര് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടണം കിടന്ന് ഉണ്ടാക്കണ പൈസയാ ഇവിടെ കൊണ്ടു നടക്കുന്നത്. അതിൽ നിന്നാ നീ മാസം കൂലി വാങ്ങുന്നത്.
നീ നേരത്തെ ഇടി കൂടെ പറയണ കേട്ട് ഇവിടെ എല്ലാം കിട്ടുന്നൊക്കെ. നിന്റെ ആ ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലായി നീ എന്താ മനസ്സിൽ വച്ചേക്കുന്നേന്ന്. നിന്റെ മറ്റൊറ്റ സംസാരവും നോട്ടവും ഇവിടെ ഉള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് നേരെ വീണാനുണ്ടല്ലോ, രണ്ടു കാലിൽ ഞെളിഞ്ഞ് നീ മല ഇറങ്ങൂല. വെട്ടി അറിഞ്ഞ് തേയിലത്തൊട്ടില് തടയിടും നിന്നെ. മനസ്സിലായടാ? അല്ല, മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും, വല്ല അഫയേഴ്സ് വല്ലതും, ഐ മീൻ വല്ല പ്രേമോ മറ്റോ? അങ്ങനെ ഒരു അറിവ് ആർക്കുമില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ? ധർമ്മൻ ചേട്ടൻ പൊയ്ക്കോ, നാളെ കാണാം. ശരി. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി രാജാറാം. പക്ഷേ ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും അത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ആഴമളക്കാനാവാത്ത ഒരു ആത്മബന്ധമുള്ളതുപോലെ എന്റെ മനസ്സ് പറയുന്നു. അതിന് വ്യക്തത വരും വരെ കാത്തിരിക്കണം. ചേച്ചി എവിടെ പോയതാ? റേഷൻ വന്നു അറിഞ്ഞിട്ട് വാങ്ങാൻ പോയതാ മോളെ. മണ്ണെണ്ണ കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടി. നീ എവിടേക്കാ? ആ, ബി ബ്ലോക്കിലെ നബീഷട്ടക്ക് കുറച്ച് വിറക് കീറണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോണ വരിക. അതിന് വിറക് കീറാനൊക്കെ നിന്നെ കൊണ്ടാവോ കൺമണി? ആ, അതുണ്ട്. നമ്മൾ ഒറ്റിട്ട് അടിമുടിയില്ല ചേച്ചി. നമ്മളുടെ സ്ട്രോങ് ബോഡി അല്ലേ. കളരിമുറ പോലെ അല്ല വിറക് കീറല്, കട്ട പണിയാ. ആ പിന്നെ നബീസയുടെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ പൈസ വാങ്ങിച്ചെടുത്തോളണം. പിശുക്കിന്റെ അങ്ങേ ഏറ്റവും. ആ, അത് നമ്മള് കൃത്യമായിട്ട് വാങ്ങും. ചേച്ചിക്ക് അറിയാലോ എന്റെ അത്യാവശ്യം. കണ്ണു അടച്ച് ഞാൻ എല്ലാം കയറി ഏക്കുന്നേ എന്റെ ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയാ. ജോലി ചെയ്തിട്ട് പൈസ തന്നില്ലെങ്കിൽ നബീഷിട്ട് നമ്മള് മയ്യത്താക്കും. എന്നാ നമ്മള് പോയിട്ടാണ് ചേച്ചി. ശരി ശരി. കൺമണി, ചിട്ടി പൈസ? ആ, അത് നമ്മള് നാളെ എത്തിച്ചോളാം. ആ, എങ്ങോട്ടാണ്? അത് ഞങ്ങള് ഈ വഴിക്ക് ഒരു സ്ഥലം വരെ പോകാൻ. ഈ വഴിക്ക് ഒരു സ്ഥലം വരെ പോണത് നമ്മള്. നിങ്ങൾ ഏത് വഴിക്കാണ് പോണെന്നാണ് നമ്മൾ ചോദിച്ചത്. ഇന്നലെ മുതൽ കാണുന്നതാണ് നിങ്ങൾ രണ്ടുപേരും നമ്മൾ പോകുന്നിടത്തൊക്കെ പുറകെ വരണത്. എന്റെ ഉദ്ദേശം അതെന്തായാലും ശരി, എന്റെ പുറകെ വരല്ല. നിങ്ങൾ ഇവിടെ ഒന്നും ഉള്ളതല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇവിടെ സ്ഥലം കാണാനോ സ്വന്തക്കാരുടെ വീട്ടിലോ വന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല വല്ല ജോലിക്ക് വന്നതാണെങ്കിൽ അത് മര്യാദക്ക് ചെയ്തിട്ട് പൊക്കോണം. നമ്മളുടെ ഒരു സ്വഭാവം വെച്ച് സാധാരണ ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങളെ കണ്ടപ്പോ മാന്യന്മാരാണെന്ന് തോന്നി. പ്രത്യേകിച്ച്
നിങ്ങള്. നിന്നെ വിയർക്കണമുണ്ടല്ലേ? ഈ ഏമാനെ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാൻ നമ്മൾക്കറിയാം പറയാനുള്ളത് എന്താണെന്ന്. എന്നാലേ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നമ്മള്. ഇതുപോലൊരിടത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ 2 ആമ്പറുന്നവരോട് നമ്മൾ സംസാരിക്കുന്നില്ലേ? അത് നമ്മളുടെ ധൈര്യത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളണ്ട. അതുകൊണ്ട് നിന്റെ ഒക്കെ ഷൂക്കേടും കൊണ്ട് നമ്മളുടെ പിറകെ വരരുത്. നീയൊക്കെ കാറും ബാങ്കിലെ പൈസയും കാണിച്ച് ചിരിച്ചും കുഴഞ്ഞും പ്രലോഭിപ്പിച്ചും നിന്നെ പോലുള്ളവന്മാരെ വിശ്വസിച്ചതിന്റെ പേരില് കുറെ പെൺകുട്ടികൾ കണ്ണീര് കുടിക്കുന്നുണ്ട് ഇവിടെ. ശരി ശരി, ഞാൻ അറിയിക്കാം. ഓക്കെ. ദേവി, ദേവി, എന്താ രാജാറാം? ദേവി, രണ്ടു പരുങ്ങണ്ട. നമ്മളെല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കണത്. പിന്നെന്ത് നിങ്ങൾ ഇതുവരെ ഇക്കാര്യം നമ്മളോട് പറയാതിരുന്നത്? അല്ല, എത്ര തടയും? നിങ്ങളുടെ നാടകത്തിൽ നമ്മൾ അഭിനയിച്ച കൂലി എത്ര കിട്ടുന്ന്? നാടകവും? അതെ, നാടകം. നിങ്ങൾ നാടകത്തിന്റെ ആൾക്കാരല്ലേ? നാടകത്തിൽ അഭിനയിക്കാനല്ലേ നിങ്ങൾ നമ്മളുടെ പുറകെ വന്നത്? എന്താ അല്ലേ? ഇനി വിലപേശലൊന്നും വേണ്ട. ഒരു 20,000 രൂപ തന്നെ നമ്മൾ അഭിനയിക്കാം. വേഷവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കാരണം. നമ്മൾക്ക് ഈ വക അഭിനയ പരിപാടികളൊന്നും അറിഞ്ഞൂടാ. പറഞ്ഞു തന്നാ അതുപോലെ ചെയ്യും. അതെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? ഇതാരാണെന്ന് അറിയാമോ? ആ, അതൊക്കെ ഞങ്ങൾക്കറിയാം. സംവിധായകനല്ലേ? സംവിധാനോ? ഈ പൊക്കം കണ്ടോണ്ട് ചോദിച്ചതാ. അണ്ണാ, സത്യം ഞാൻ പറയാം. ഇനി എന്തായാലും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ പേര് രവിചന്ദ്രവർമ്മൻ. ഇത് രാജാറാം. പിന്നെ ഗർഭിണിയാവുന്ന കാര്യം. അവള് ഗർഭിണിയായാലും കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ നിനക്കില്ലാത്തതൊന്നും അവൾക്കും വേണ്ട. അവളിൽ നിന്നൊരു പൊക്കിൾക്കൊടി ബന്ധം ഇനി ഉണ്ടാവാൻ സമ്മതിക്കില്ല രാജലക്ഷ്മി. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു ദുർമരണം കൂടി സംഭവിക്കും. എന്റെ മോൾക്ക് വേണ്ടിയാകുമ്പോ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഞാനത് ചെയ്യുകയും ചെയ്യും. അമ്മയും ഞാനും വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നാളുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് അതിന്. നമ്മൾ പുറമെ കാണുന്നത് പോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ അന്നത്തെ അനുഭവം.
അത് നിന്റെ അടുത്ത്. എന്റെ മുന്നിലേക്ക് വരട്ടെ അവൾ അങ്ങനെ. അങ്ങനെയല്ലമ്മേ. അവളുടെ ഈ രണ്ടാം വരവ് വെറുതെ അല്ല. ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവളുടെ ലക്ഷ്യപ്രാപ്തി, അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി. എല്ലാം എന്റെ മനസ്സിലുണ്ട്. അവൾ ആദ്യം ഈ വീട്ടിലേക്കൊന്ന് വരട്ടെ. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ. ജയിൽവാസം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. സീത റെഡി. അല്ല, താങ്കൾ ആരാണ്? എന്റെ കാതുകളിൽ അമൃത പെയ്തുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. വാനര രാജാവായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാനാണ് അടിയൻ. രാമദേവൻ പറഞ്ഞതനുസരിച്ച് ദേവിയെ അന്വേഷിച്ചിറങ്ങിയതാ. മുദ്രമോതിരം പോലെ പ്രഭുവിനെ വിശ്വസിപ്പിക്കാനുള്ള വല്ല വസ്തുവും തന്നാലും. ഇത് കണ്ടാൽ രാമദേവന് എന്നെ ഓർമ്മ വരും. ദേവി കാത്തിരുന്ന് കഷ്ടപ്പെടണ്ട. ദേവി ഇപ്പോൾ തന്നെ അടിയൻ കൈവെള്ളയിരുത്തി രാമദേവന്റെ അടുത്തെത്തിക്കും. കുട്ടിക്കൊരങ്ങനായ നീയോ? ഈ സമയം ഹനുമാന്റെ ശരീരം മല പോലെ വലുതാക്കി കാണിക്കും. സീതയ്ക്ക് അത്ഭുതം. ആ ഭാവമാണ് ഇപ്പോ വേണ്ടത്. വീണ്ടും ഹനുമാൻ പഴയതുപോലെ ആകുന്നു. ഓ, അത് ശരി. ഇപ്പൊ നമുക്ക് താങ്കളുടെ വിശ്വരൂപം മനസ്സിലായി. എന്നാൽ നാം താങ്കളുടെ കൂടെ വരുന്നില്ല. പരപുരുഷനെ അറിഞ്ഞുകൊണ്ട് നാം തൊടുകയില്ല. പക്ഷേ ആ സോക്കേട് നമ്മളോട് വേണ്ട. കൺമണി അതിന് കിട്ടൂല. അയ്യോ, എനിക്ക് കൺമണിയോട് പറയാനുള്ളത് പ്രേമത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രേമിച്ച് വിവാഹം കഴിച്ച ഒരാളെക്കുറിച്ച്, എന്റെ ഭാര്യയെക്കുറിച്ച്. ആശാന്റെ ഭാര്യയെ കുറിച്ച് എന്തിനാ നമ്മളോട് പറയണത്? കാര്യമുണ്ട്, എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് കൺമണി രവിചന്ദ്രവർമ്മൻ എന്നൊരാളെ കുറിച്ച് അറിയണം. അയാൾ ജീവന തുല്യം സ്നേഹിച്ച ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയണം.
അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയണം. അവരൊന്നായ നിമിഷങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും കൺമണി അറിയണം. അല്ല, ആശാന്റെ ഭാര്യ ചത്തുപോയിന്ന് ഉറപ്പായ സ്ഥിതിക്ക് പിന്നെ ഇവിടെ താമസിക്കേണ്ട കാര്യം എന്താ? അത് മാത്രല്ല, നമ്മൾക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, ആശാന്റെ ഭാര്യയുടെ കാര്യം നമ്മളോട് പറയുന്നത് എന്തിനാ? പറയാം. ശ്രീലക്ഷ്മി, ആ ഒരാളിൽ എന്റെ ലോകം, എന്റെ ജീവിതം തന്നെ ഇല്ലാതായിപ്പോയി എന്ന് വേണം പറയാൻ. ആ, അതാണ് സത്യം. പുണ്യപീഠത്തിലേക്ക് പോയ ജീപ്പ് അപകടത്തിൽപ്പെടുകയും ആ സമയത്ത് മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത എന്റെ ശ്രീലക്ഷ്മിയെ പിന്നെ ഞാൻ കാണുന്നത് വല്ലാത്തൊരു സാഹചര്യത്തില് ഈ നാട്ടിൽ വെച്ച്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അത് ശരി. വീണ്ടും ആശാൻ അവളെ കണ്ട, അതും ഈ നാട്ടിൽ വെച്ചാ? എന്നിട്ട് എവിടെ? ഇവിടെ എന്റെ കൺമണി, ഹസ്തനപുരി കൺമണി എന്ന കണ്ണകി. നീ 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 ശരിക്കും ഇതൊരു അത്ഭുതമാണോ അതോ ഈശ്വര നിശ്ചയമാണോ എന്ന് എനിക്കറിയില്ല. നിർത്തുന്ന്, വെറുതെ ഓരോന്ന് പറയരുത്. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? നമ്മൾ നിങ്ങളുടെ ഭാര്യയാണെന്നോ? ദേ, ആവശ്യമില്ലാത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, അയാളൊരു കഥ. കൺമണി, ഞാൻ പറഞ്ഞതൊക്കെ ഏതൊരാൾക്കും കെട്ടുകഥയായിട്ട് തോന്നും. പക്ഷെ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. എന്റെ ശ്രീലക്ഷ്മി എന്നെ വിട്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൺമണിയിൽ ഞാൻ കാണുന്നത് എന്റെ ശ്രീലക്ഷ്മിയെ തന്നെയാണ്. ചേച്ചി, ദേവി ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി, ദേവി ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി, എന്താടാ? ദേവി ചേച്ചിയെ കാണാനില്ല. കാണാനില്ലെന്നോ? അയ്യോ, ചേച്ചി. എന്താ മോളെ? അല്ല, ദേവി ചേച്ചിയെ കണ്ടാ? ഇല്ല, ഇപ്പോഴൊന്നും കണ്ടില്ല. എന്താ മോളെ? വൈകുന്നേരം ഞാൻ കണ്ടതാണല്ലോ. ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല. മോനെ, നീ അകത്ത് നോക്കിയോ? ഞാൻ എല്ലായിടവും നോക്കി, കാണാനില്ല. കാണുന്നില്ലേ? പിന്നെ സുജാത ഇത് എവിടെ പോയി? കണ്ണും കാണാതെ രാത്രി എവിടെ ഇറങ്ങിപ്പോയിന്ന് ആരോടാ ചോദിക്കുന്നെ? മോൾ ഒരു കാര്യം ചെയ്, ആ ചന്ദ്രന്റെ കടയിലോട്ടോ മറ്റോ പോയോ നോക്ക്. ഞാൻ അപ്പുറത്തെ ജയന്തിയുടെ വീട്ടിലോ മറ്റോ തിരക്കട്ടെ. എന്റെ നീലകണ്ഠ സ്വാമി, ആപത്തൊന്നും നമ്മൾക്കിപ്പോ തോന്നുന്നത്, നമ്മളെ ഇവനെ മനസ്സിലാക്കത്ത നീ ചാവുന്ന തന്നെയാടി നല്ലത്. നീ ചത്തു കഴിഞ്ഞോ? സൊസൈറ്റിയിലെ പൈസ എടുത്ത് ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളാം. നീ ചാടിക്കോ.
എന്താ ഇറങ്ങി ചാടുന്നില്ലേ? ചാടേ നീ. ദേ, മര്യാദക്ക് നമ്മളുടെ കൂടെ വന്ന എങ്ങനെയെങ്കിലും നമ്മൾ നിന്റെ കാര്യം നടത്തും. അതല്ല, നിനക്ക് നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ നീ ചാകോ ജീവിക്കോ എന്താന്ന് വെച്ചാ ചെയ്. അത് നിന്റെ ഇഷ്ടം. നീ വാടാ. മോളെ നിക്ക്. കൺമണി, എന്റെ പൊന്നു ചേച്ചി, നീയും കൂടി നമ്മളെ തളർത്തല്ലേ. ഒന്ന് വിശ്വസിക്കടി ചേച്ചി. പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും. ഇത് നമ്മളുടെ വാക്ക. ഹസ്തനപുരി കണ്ണമ്മയുടെ വാക്ക്. എങ്ങനെ? അതിന് നീ എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? നടന്നിട്ട് നേരത്തിനെത്താത്തടുത്ത് ഓടിയെത്തണം. ആവശ്യം വലുതാണെങ്കിൽ കുറുക്ക വഴി പോകണം. നമ്മൾക്കറിയാം പൈസ എങ്ങനെ കണ്ടെത്തണമെന്ന്. എന്താ താമസിക്കുന്നതെന്ന് വിചാരിക്കായിരുന്നു. ഒന്നും പറയണ്ട എന്റെ ശ്രീടച്ച. ഒരു നാളും ഇല്ലാത്ത തിരക്കായിരുന്നു ഇന്ന് അമ്പലത്തില്. പ്രത്യേകിച്ച് മണ്ഡലകാലം കൂടിയല്ലേ. വഴിപാടുകളെല്ലാം ചെയ്തിറങ്ങിയപ്പോഴേ സമയം പോയത് അറിഞ്ഞില്ല. അതിനൊരു കുറവുണ്ടാവില്ലല്ലോ. മോള് വരുന്നത് പ്രമാണിച്ച് അമ്പലത്തിലെ എല്ലാ വഴിപാടുകളും നടത്തിയാലല്ലേ നിന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. കരിക്കൊത്തിയമ്മയുടെ തിരിച്ചു തന്നല്ലേ നമ്മുടെ മോളെ. അപ്പോ ദേവിക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. നീ രവി സാറിനെ വിളിച്ചു നോക്കിയ സരോജം? ഇല്ല, ഞാൻ വിളിച്ചില്ല. എന്തിനാ സാറിന് വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? മോളെ കൃഷ്ണയുടെ ഫോണിൽ കണ്ടപ്പോഴേ പകുതി ശ്വാസം വീണു. ബാക്കി പകുതി നേരി കാണുമ്പോഴേ വീണോളും. അവളെ കാണാനുള്ള ആകാംക്ഷ, ഈ കാത്തിരിപ്പ് ഒരു സുഖല്ലേ ശ്രീടച്ച? നിനക്കങ്ങനെ പറയാ. എനിക്ക് എന്റെ കൈകാലം വരച്ചിട്ട് നിലത്തുറക്കുന്നില്ല. ആ, അതങ്ങനെയാ. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മോള് തിരിച്ചു വരുന്നു എന്നറിയുമ്പോഴേ രക്ഷകർത്താക്കളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. എന്റെ പ്രാർത്ഥനയുടെ ഫലാ മോളെ തിരിച്ചു കിട്ടിയത്. എന്താടി, ഞാൻ പ്രാർത്ഥിച്ചില്ലേ? ആ, എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ഞാൻ എന്തൊക്കെയാ നേർച്ച നേർന്നെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ഇനി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും നേർന്നാലും പെറ്റമ്മ പ്രാർത്ഥിക്കുന്ന പോലെ ആവില്ല. ഓ, തുടങ്ങി. എന്ത് പറഞ്ഞാലും നിനക്കൊരു പെറ്റ വയറുണ്ടല്ലോ. നിന്നെപ്പോലുള്ള അമ്മമാര് ആദ്യം ജയിക്കാനായി കൂട്ടുപിടിക്കുന്ന സംഗതിയാ പെറ്റ വയറും പേറ്റുന്നു. കൂട്ടത്തിലൊരു 10 മാസത്തെ കണക്കും. എന്നെപ്പോലുള്ള അച്ഛന്മാര് എത്ര കഷ്ടപ്പാട് സഹിച്ച് മക്കളെ പഠിപ്പിച്ചാലും വളർത്തിയാലും കെട്ടിച്ചു വിട്ടാലും അതിനൊന്നും ഒരു വിലയുണ്ടാവില്ല. അതെ, അതിത്ര പൊക്കി പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്മാരുടെ ഉത്തരവാദിത്തം തന്നെ അത്. ഓഹോ, അങ്ങനെയാണോ? മോളെ അംഗനവാടിയെ കൊണ്ടുവന്നാക്കുന്നത് ഞാൻ, തിരികെ വിളിച്ചു കൊണ്ടുവരുന്നു ഞാൻ.
ശ്രീലക്ഷ്മി തിരിച്ചു വന്നു. സത്യാണോ ദീപു? സത്യമാ. ഇന്ന് രവി സാറും ശ്രീലക്ഷ്മിയും വരും. ഈശ്വര, നീ സരോജിനി ചേച്ചിയുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഞാൻ പോയി കൃഷ്ണയെ വിളിച്ചോണ്ട് വരാം. ആ, കൃഷ്ണേ. ഒന്ന് നിന്നേ. എന്താ അച്ഛാ? നീ പറഞ്ഞത് ശരിയാണോ? ശ്രീലക്ഷ്മി തിരിച്ചു വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. ഉടനെ എത്തും. ആ. ഓഹോ, അവൾ തിരികെ വരികയാണല്ലേ? ഹ്, അപ്പൊ ത്രിവിക്രമ, നീ ഇനിയും ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുമല്ലോ. കഥയുടെ 2ാം പകുതിയിൽ 18 അടവുമെടുത്ത് പയറ്റേണ്ടി വരും. ഹും, നീ വാ ശ്രീലക്ഷ്മി, കാത്തിരിപ്പുണ്ട് ഞാൻ. അതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം. ഈ ഭാഷയും ശൈലിയും ഉൾപ്പെടെ എല്ലാം മാറ്റണം. ആശാൻ പറഞ്ഞു തരുന്ന പോലെ നമ്മൾ ചെയ്യും. അതിന് ആദ്യം ഈ ആശാൻ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. മാറ്റാ. ആശാന്റെ കളഞ്ഞുപോയ ഭാര്യ ആശാൻ എന്താണ് വിളിക്കണത്? രവി സാർ. രവി സാർ. അല്ല ആശാനെ, ഇവിടെയൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരെ സാറെന്നാണോ വിളിക്കാറ്? പള്ളിക്കൂടത്തിലെ മാഷുമാരല്ല അങ്ങനെ വിളിക്കണത്. അവൾക്ക് അങ്ങനെ വിളിക്കാനായിരുന്നു ഇഷ്ടം. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, നമ്മളും വിളിക്കാം. മറന്നു പോണ നേരത്ത് ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി. ബാക്കി ഞാൻ ഏറ്റ്. ആ, അല്ല ആശാനെ. ഓ അല്ല സാറേ, ദേവിയേച്ചിയും കണ്ണനൊക്കെ ഇങ്ങോട്ട് വരുമോ? വരും. രാജാറാം അവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, അതെ, സാറിന്റെ കളഞ്ഞുപോയ ഭാര്യയായിട്ട് നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് അഭിനയിക്കണ്ടേ? ആ മനുഷ്യരെവിടാ? പുള്ളിയുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞു തരുമോ? എല്ലാവരെയും തനിക്ക് കാണിച്ചു തരാം. അതിനും കൂടിയ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കണ്ണമ്മ, ഹസ്തനപുരി കണ്ണമ്മ. ആശാനെ, ഇപ്പൊ കണ്ട പടത്തിലെ ചേച്ചി ആരാ? നല്ല രസമുള്ള ചേച്ചി ആരാ ആശാനെ? അത് അതൊക്കെ പിന്നീട് പറയാം. റെഡിയാവാനുള്ള ഡ്രസ്സൊക്കെ അടുത്ത മുറിയിലുണ്ട്. വേഗം റെഡിയായി വരൂ. എന്നാലും പിന്നെ ആ ചേച്ചി ആരാണോ എന്തോ. ഇതെന്ത്? ഇത് നമ്മുടെ തോന്നലാണോ? ആയിരിക്കും. എൻ്റെ ഒരു കാര്യം. നീ ഇനി കുറച്ച് കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം. ആദ്യം കണ്ടതിലും ഇരട്ടയായി. കഥയുടെ ആദ്യ പകുതി നമുക്ക് അനുകൂലമെന്ന് കരുതിയെങ്കിലും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട്. അത് സത്യമാണ്. സംഭവ വികാസങ്ങൾ നിറഞ്ഞ ആദ്യ പകുതി ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുക. കഥ തീരുന്നത് ശ്രീലക്ഷ്മിയുടെ ജീവനില്ലാത്ത ശരീരം തെക്ക് വടക്ക് വെള്ളത്തുണി പുതപ്പിച്ച് കിടത്തുമ്പോഴായിരിക്കും. അമ്മ
പറയുന്നത് പോലെയൊന്നും അല്ല. നമ്മൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരുന്ന ഒന്നല്ല അവള്. ഇപ്പൊ സംഭവിച്ചത് തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം. വെട്ടി മുറിച്ചിട്ട മുറി കൂടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ജന്മമാ അവളുടേത്. തിരികെ വരുന്ന അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും കൊടുക്കും മദരല്ലോ. അത് മുതലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. നമ്മൾ പടിക്ക് പുറത്തും എല്ലാം അവള് വിഴുങ്ങുകയും ചെയ്യും. അമ്മ നോക്കൂ. അങ്ങനെ അവൾ ഒന്നും വിഴുങ്ങില്ല മോളെ. വിഴുങ്ങാനായി ഇരയെ നമ്മൾ ചൂണ്ടയിൽ കൊരുത്തിട്ടു കൊടുക്കും. സന്തോഷത്തോടെ ഇരയെ വിഴുങ്ങി തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ചൂണ്ട നമ്മൾ ഒറ്റ വലി വലിക്കും. കൊരവള്ളിയിൽ കൂടി തുളച്ച് അവള് പിടയ്ക്കുന്നത് ഈ രാജലക്ഷ്മി നിനക്ക് കാണിച്ചു തരാം. അവള് വരട്ടെ. ഞാനും കാത്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. ആശാനെ, നമ്മൾ കൺമണിയാ. ആശാനത് എന്തു പറ്റി? ബോധം പോയാ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയാണെന്ന് കരുതി. ആ അതെ, പൊന്നാശാനെ, അനാവശ്യ കാര്യങ്ങളൊന്നും കരുതല്ലേ. ആ അതെ, ആശാന്റെ ഉള്ളിലുള്ള രൂപം ഇങ്ങനെയല്ലേ? ഈ വേഷത്തിൽ കണ്ടപ്പോ പെട്ടെന്ന് ശ്രീലക്ഷ്മിയാണെന്ന്. സത്യം പറഞ്ഞ ഈ വേഷം നമുക്ക് ഒട്ടും ശരിയാവണില്ല. ഇങ്ങനൊക്കെ ഉള്ള കുപ്പായം നമ്മൾ ആദ്യമായിട്ടാ ഇടുന്നത്. ശരിക്കും എന്റെ ശ്രീലക്ഷ്മി മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് മതി. ഇനി അഭിനയിച്ച് ഞാൻ കസറും. ആശ നോക്കിക്കോ. മാഡം, മാഡത്തെ കാണാതെ ഞങ്ങൾ എന്ത് വിഷമിച്ചു എന്നറിയോ? ഇപ്പോഴാ സമാധാനമായത്. ഈ സുന്ദരിക്കോതെ ആര്? നമുക്ക് മനസ്സിലായില്ല. അതെന്താ ശ്രീലക്ഷ്മി, സാൻഡ്രയെ തനിക്ക് അറിയാത്ത പോലെ? നമ്മുടെ ഓഫീസ് വൈസ് പ്രസിഡന്റ്, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയുള്ള നമ്മുടെ സാൻഡ്രയല്ലേ ഇത്? സാന്ദ്ര. ആ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ചിലരെ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല സാൻഡ്ര. അതാ തന്നെ പെട്ടെന്ന് മനസ്സിലാകാതിരുന്ന. പിന്നെ അതുപോലൊരു സ്ഥലത്ത് കുറെ ദിവസം കഴിഞ്ഞതല്ലേ, അതാ സംസാരം ഇങ്ങനെ. ഇറ്റ്സ് ഓക്കെ സർ. അതെന്തോ ആവട്ടെ, മാഡത്തെ തിരിച്ചു കിട്ടിയതല്ലേ പ്രധാനം. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് തന്ന് ഞാനും മാഡം ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടായപ്പോ ശരിക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. തെറ്റ് ചെയ്തെന്നോ? സാന്ദ്ര എന്ത് തെറ്റാണ് ചെയ്തത്? മാഡത്തിന് അതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇനി ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. ഒരു കണക്കിന് മറവി ഒരു അനുഗ്രഹം തന്നെയാ മാഡം.
സാന്ദ്ര ചെയ്ത് തെറ്റെന്താണെന്ന് പറ. പരസ്പരം ജീവനായി സ്നേഹിച്ചിരുന്ന സാറിനെയും മാഡത്തിനെയും പിരിക്കാൻ നോക്കി. അതിനുവേണ്ടി പല ദുഷ്ടതകളും ഞാൻ ചെയ്തൊന്നു മാത്രം മാഡം അറിഞ്ഞാൽ മതി. താൻ വരുന്നില്ലേ? എങ്ങോട്ട്? നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ആശാൻ സമ്മതിച്ചതും അല്ലേ? എന്നിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതുപോലെ നടക്കുന്നുണ്ടല്ലോ. ആ, ആദ്യം അത് നമ്മളെ ബോധ്യപ്പെടുത്തണം. ശ്രീലക്ഷ്മി അല്ല, ഈ കൺമണി. നമ്മുടെ ചേച്ചിയെ അനിയനെയും ഒരു കുഴപ്പവും ഇല്ലാത്ത സ്ഥലത്ത് പാർപ്പിക്കാന്ന് കൂടി വാക്ക് തന്നല്ലേ? എന്നിട്ട് എന്തായി? അവരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു ശ്രീലക്ഷ്മി. സത്യം. കൺമണിക്ക് അതിലൊരു പേടിയുടെയും ആവശ്യമില്ല. പേടിയുണ്ട്. നമ്മളുടെ ചേച്ചി ഒരു ദീനക്കാരിയാ. അപ്പൊ അവര് താമസിക്കണ സ്ഥലവും ചുറ്റുപാടും നമ്മൾക്ക് കാണണം. എങ്കിലല്ലേ നിങ്ങൾ പറയണത് നമ്മൾക്കും കൂടി ബോധ്യാവൂ. എല്ലാ സൗകര്യമുള്ളൊരു വീട്ടിൽ ഒരു കെയർ ടേക്കർ അടക്കം എല്ലാം റെഡിയാണ്. രാജാറാം എല്ലാം നോക്കിക്കോളും. ആ അതെ, നമ്മൾ ഒരു സത്യം പറയാലോ. ആ മൊട്ടത്തലേനെ നമ്മൾക്ക് തീരെ വിശ്വാസം ഇല്ല. അയാളാ നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ നാടൻ. ആ അതെ, ആശാനോട് ഒരു സംശയം ചോദിച്ചോട്ടാ. ഈ വലിയ കാര്യങ്ങളൊക്കെ ആ മൊട്ടത്തലേനെ എന്തിനാ ആശ ഏൽപ്പിക്കണത്? ആശാന്റെ ആരാ പുള്ളി? വേലക്കാരനല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഞാനും അവനും തമ്മിൽ. വേണമെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എന്നെ ശാസിക്കാനും നേർവഴിക്ക് നടത്താനും വേറെ ആരെക്കാളും അവകാശവും അധികാരവുമുള്ള ഒരു സുഹൃത്തെന്ന് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലാണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ ബന്ധത്തെ നമ്മൾ വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ വിശ്വാസം തകർന്ന അല്ല ആശാനെ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു ദൈവമേ, നമ്മളുടെ ആശാന്റെ ഒരു നാടകമാണിത്. പൂജാരി കഥ അറിയാതെയാണ് പൂജ നടത്തുന്നത്. കഥകൾ മൊത്തം വേറെയാ. ഈ പ്രാർത്ഥനയും പൂജയൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്താ ആശാന്റെ മുഖത്തൊരു ശോകം? ആ ആശാൻ അത് വിട്, ചുമ്മാ സെന്റി ആവല്ലേ. ബി കൂൾ. എന്റെ ഇംഗ്ലീഷ് കേട്ട് ആശാൻ ഒന്ന് കിടുങ്ങിയല്ലേ? ആശാന്റെന്നും മൊട്ടയുടെന്നും ചില വാക്കൊക്കെ ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ആശാന്റെ ആദ്യ ഭാര്യ പഠിപ്പുള്ളവളാണെന്നല്ലേ പറഞ്ഞത്? ആഹാ, അപ്പൊ നമ്മളും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആവണ്ടേ? അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയാ? പോണ്ടേ നമുക്ക്? പുറത്തേക്ക് ഞാൻ വന്നേക്കാം. ഇനി എന്തിനാണ് ഇവിടെ നിക്കണത്? ശരി ആശ വാ. എത്ര ആളുകളാണ്, എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെ. അവിടെ എങ്ങനെ? സുഖാ മോളെ. ഞങ്ങൾ എല്ലാവരും മോളെ കാത്തിരിക്കുകയായിരുന്നു. എന്തിന്?
ജോലിക്ക് പോയില്ലേ ഇന്ന്? മോള് വരുന്നതുകൊണ്ട് ഇന്ന് പോയില്ല. മാമ, മോള് വരും പോവും. നമ്മള് വല്ല വേലയ്ക്കും പോയാലേ നമ്മളെ വീട്ടിലെ അടുപ്പ് പുകയൂ. ആ എന്താ നമ്മള് പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ? ഇല്ല മോളെ. ആ അതാണ്. മോളെ കാണാൻ സുദർശൻ ചേട്ടനും സരോജൻ ചേച്ചിയും കാത്തിരിക്കുക. മോള് വേഗം അങ്ങോട്ട് ചെല്ല്. ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആന്റി, സുദർശനങ്ങൾ ദേ ശ്രീയേച്ചി വന്നിട്ടുണ്ട്. ശ്രീടച്ചാ അവിടെ ഇരിക്കേ. മോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? സരോജം, മോളെ. ഇതിനാ ഇങ്ങനെ ഒരു നോക്ക് കാണാനാ? കളഞ്ഞുപോയ പെങ്കൊച്ചിനെ ഓർത്ത് നീറി ഒടുങ്ങാനാണാ നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കണത്? ദാണ്ടെ, നമ്മളൊരു കാര്യം പറയാം. ഇനി ഒരു കാര്യത്തിന് നിങ്ങൾ മനപ്രയാസപ്പെടരുത്.
ആശാൻ അതിന്റെ കാര്യം എന്ത്? ശ്രീലക്ഷ്മി അവിടെ വേറൊരു വീട്ടിലായിരുന്നു. അവിടുത്തെ ഭാഷ മാറി വരാൻ കുറച്ച് സമയമെടുക്കും. ആ കേട്ടല്ലോ, ഇപ്പൊ പറഞ്ഞതാണ് സത്യം. ഇനി ഒരു വക കാര്യത്തിലും വിഷമിക്കരുത്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. കളഞ്ഞു പോയ മോള് തിരിച്ചു വന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. സ്വന്തം മോളായിട്ട് തന്നെ നമ്മളെ കണ്ടോണം. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഈ സംസാരം കാര്യമൊക്കെ ഉണ്ട. കളഞ്ഞുപോയ മോള് തന്നെയെന്ന് പറയായിരുന്നു ശ്രീലക്ഷ്മി. സംസാരമൊന്നും കുഴപ്പമില്ല. ആ മോള് വന്നൂല, അത് മതി. സാറേ, മോളെ കുട്ടി അമ്പലത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. ആ കോവിലിൽ പോയി എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിനോട് പറഞ്ഞ് പൂജാരിയും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ ആശാൻ നമ്മളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ല ആശാനെ? അല്ല സാറ്. അല്ലേ സാറേ? അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. താണ്ടെ മരുന്ന് മന്ത്രമൊക്കെ സമയാസമയത്തിനായിക്കൊള്ളണം. വേറൊന്നും ആലോചിച്ച് വയ്യാതായി ദേ ഇവരെ കഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഒറ്റ മനുഷ്യൻ കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു. ആ ട്രീറ്റ്മെന്റ് കഴിയുന്നതോടെ എല്ലാം ശരിയാവും. എന്താ ദീപുവിന്റെ അച്ഛനൊന്ന് ഓഫീസിൽ പോയില്ലേ? ശ്രീലക്ഷ്മി കുഞ്ഞ് വരുന്നത് കൊണ്ട് വരുന്നോണ്ട് നമ്മൾ എന്തോന്ന് കെട്ടുകാഴ്ചയാ? നമ്മുടെ കൂട്ടുകാരനും അപ്പനായി പോയി. ഇല്ലെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞു വെച്ചെന്നേനെ. അല്ല, നിങ്ങളുടെ കണ്ണിന് എന്താ കുഴപ്പം? ഇനി നീ ആരെയും കാണില്ല. നിന്റെ അവസാനത്തെ കാഴ്ച ഞാനാ. ഇതെങ്ങനെ പറ്റീന്ന്? നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ത്രിവിക്രമൻ. പേര് കേട്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ലല്ലോ. വിക്രമമാവൻ അക്രമൊന്നും കാണിക്കില്ല, കേട്ടല്ലോ? വാ സാറേ. മൊത്തത്തിലൊരു വശപിശ കാണല്ലോ. ദീപുവിനെയും കൃഷ്ണയെയും തിരിച്ചറിഞ്ഞില്ല. ഭാഷയും പ്രശ്നം. എന്തോ ഒന്നും മണക്കുന്നുണ്ടല്ലോ. സംശയം തീർക്കണമല്ലോ. ഈ വീടിന്റെ ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തേക്ക് പോവാൻ കൊറേ ദൂരം കാണുമല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സൈക്കിളും കൂടി കരുതായിരുന്നു. അതെ, ചിരിച്ചു കഴിഞ്ഞെങ്കില് അകത്തേക്ക് കേറായിരുന്നു. പൊട്ടത്തലൻ അവിടെ നിക്ക്. ചിരിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പറയാം. അല്ല ഷാനെ, ഇവിടെ നമ്മൾ ഏത് രീതിയിൽ അഭിനയിക്കണം? അത്ര എളുപ്പമാവില്ല ഇവിടെ കാര്യങ്ങൾ.
പുറം ലോകവുമായി ബന്ധമുള്ള വിദ്യാഭ്യാസമുള്ള, അതിനെല്ലാം പുറമെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട്